ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതപുത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഗമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷദാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം അവിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. നമുക്ക് ഭാഗവതം തുടരാം. പാലാഴി മദനം അതിന്റെ അവസാന ഘട്ടങ്ങളിലാണ്. 9-ാം അധ്യായം, അഷ്ടമസ്കന്ധത്തിലെ 9-ാം അധ്യായം ഭഗവാൻ മോഹിനിയായി അവതരിച്ച് അസുരന്മാരെ മോഹിപ്പിച്ച് അവർക്ക് അർഹതയില്ലാത്ത അമൃതം അവർക്ക് കൊടുക്കാതെ അർഹതയുള്ളവരായ ദേവന്മാർക്ക് ന്യായപ്രകാരം വിഭജിച്ചു കൊടുക്കുന്ന ഭഗവാന്റെ ലീല. അതാണ് ഈ 9-ാം അധ്യായത്തിലെ പ്രധാന വിഷയം. നമുക്കാദ്യം വായിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ 13-ാം ശ്ലോകം വരെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. തുടർന്നൊരു 16 ശ്ലോകങ്ങൾ കൂടി ആ അധ്യായത്തിലുണ്ട്. നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ 9-മോऽധ്യായഃ. ശ്രീശുക ഉവാച. തേന്യോന്യതോऽസുരാः പാത്രം ഹരന്തസ്ത്യക്തസൗഹൃദാः ക്ഷിപന്തോ ദസ്യുധർമാണഃ ആയാന്തിം ദദൃശു സ്ത്രിയം. അഹോ രൂപമഹോ ധാമ അഹോ അസ്യാ നവം വയഃ ഇതി തേ താമഭിദ്രുത്യ പപ്രച്ചുരു ജാതഹൃച്ഛയാഃ. കാ ത്വം കഞ്ചബലാസാക്ഷി കുതോ വാ കിം ചികീർഷസി കസ്യാസി വദവാമോരു മഗ്നന്തീവ മനാംസിനഃ. ന വയം ത്വാമരൈർദൈത്യൈഃ സിദ്ധഗന്ധർവചാരണൈഃ നാസ്പൃഷ്ടപൂർവാം ജാനീമോ ലോകേശൈശ്ച കുതോ നൃഭിഃ. നൂനം ത്വം വിധിനാ സുബ്രൂഃ പ്രേഷിതാസി ശരീരിണാം സർവേന്ദ്രിയമനഃപ്രീതിം വിധാതും സഗൃണേന കിം. സാത്വം ന സ്പർദ്ധമാനാനാം ഏകവസ്തുനി മാനിനി ജ്ഞാതീനാം ബദ്ധവൈരാണാം സംവിദൽസ്വ സുമധ്യമേ. വയം കശ്യപദായാദാഃ ഭ്രാതരകൃതപൗരുഷാഃ വിഭജസ്വ യഥാ ന്യായം നൈവ ഭേദോ യഥാ ഭവേത്. ഇത്യുപാമന്ത്രിതോ ദൈത്യൈഃ മായായോഷിത്വബുർഹരിഃ പ്രഹസ്യ രുചിരാപാംഗൈഃ നിരീക്ഷന്നിദമബ്രവീത്. ശ്രീഭഗവാനുവാച. കഥം കശ്യപദായാദാഃ പുംശ്ചല്യാം മയി സംഗതാഃ വിശ്വാസം പണ്ഡിതോ ജാതു കാമിനീഷു നയാദിഃ. സാലാവൃകാണാം സ്ത്രീണാം ച സ്വൈരിണീനാം സുരദ്വിഷഃ സഖ്യാനി ആഹുരനിത്യാനി നൂത്നം നൂത്നം വിചിന്വതാം. ശ്രീശുക ഉവാച. ഇതി തേ ക്ഷേളിതൈസ്തസ്യാഃ ആശ്വസ്തമനസോ അസുരാഃ ജഹസുർഭാവഗംഭീരം ദദുശ്ചാമൃതഭാജനം. തതോ ഗൃഹീത്വാമൃതഭാജനം ഹരിഃ
ബഭാഷൈഷസ്മിതശോഭയാ ഗിരാ യദ്യഭ്യുപേത ക്വച സാധ്വസാധു വാ കൃതം മയാ വോ വിഭജേ സുധാമിമാം ഇത്യഭിവ്യാഹൃതം തസ്യാ ആകർണ്യാസുരപുംഗവാഃ അപ്രമാണവിദസ്തസ്യാഃ തത്തഥേത്യന്വമംസത അധോപോഷ്യ കൃതസ്നാനാ ഹുത്വാ ച ഹവിഷാനലം ദത്വാ ഗോവിപ്രഭൂതേഭ്യഃ കൃതസ്വസ്ത്യയനാദ്വിജൈഃ യതോപജോഷം വാസാംസി പരിദായാഹതാനി തേ കുശേഷു പ്രാവിശൻ സർവേ പ്രാഗഗ്രേഷു അവിഭൂഷിതാഃ പ്രാങ്മുഖേഷു ഉപവിഷ്ടേഷു സുരേഷു ദിദിജേഷു ച ധൂപാമോദിതശാലായാം ജുഷ്ടായാം മാല്യദീപകൈഃ തസ്യാം നരേന്ദ്ര കരബോരുരുഷദ്ദുകൂലശ്രോണീതടാലസഗജർമതവിഹ്വലാക്ഷി സാ കൂജതി കനകനൂപുരശിഞ്ചിതേന കുംഭസ്തനീ കലശപാണിരഥാ വിവേശ താം ശ്രീസഖീം കനകകുണ്ടലചാരുകർണനാസാ കപോലവദനാം പരദേവദാഖ്യാം സംവേക്ഷ്യ സമ്മുമുഹുർസ്മിതവീക്ഷണേന ദേവാസുരാ വിഗളിതസ്തനപട്ടികാന്താം അസുരാണാം സുധാദാനം സർപ്പാണാമിവ ദുർനയം മത്വാ ജാതിനൃശംസാനാം നതാം വ്യഭജതച്യുതഃ കൽപ്പയിത്വാ പൃഥക് പങ്ക്തേഃ ഉഭയേഷാം ജഗത്പതിഃ താംശ്ചോപവേശയാമാസ സ്വേഷു സ്വേഷു ച പങ്ക്തിഷു ദൈത്യാൻ ഗൃഹീതകലശോ വഞ്ചയന്നുപസഞ്ജരൈഃ ദൂരസ്ഥാൻ പായയാമാസ ജരാമൃത്യുഹരാം സുധാം തേ പാലയന്തഃ സമയം അസുരാ സ്വകൃതം നൃപ തൂഷ്ണീമാസൻ കൃതസ്നേഹാഃ സ്ത്രീവിവാദജുഗുപ്സയാ തസ്യാം കൃതാദിപ്രണയാഃ പ്രണയാപായ കാതരാഃ ബഹുമാനേന ചാബദ്ധാ നോചു കിഞ്ചന വിപ്രിയം ദേവലിംഗപ്രതിച്ഛന്നഃ സ്വർബാനുർദേവസംസദി പ്രവിഷ്ടഃ സോമമപിബത് ചന്ദ്രാർക്കാഭ്യാം ച സൂചിതഃ ചക്രേണ ക്ഷുരധാരേണ ജഹാര പിബതഃ ശിരഃ ഹരിസ്തസ്യ കബന്ധസ്തു സുതയാ പ്ലാവിതോപതത് ശിരസ്ത്വമരതാം നീതം അജോ ഗ്രഹം അചീക്ലുപത യസ്തു പർവണി ചന്ദ്രാർക്കൗ അഭിധാവതി വൈരദീഃ പീതപ്രായമൃതേ ദേവൈഃ ഭഗവാൻ ലോകഭാവനഃ പശ്യതാം അസുരേന്ദ്രാണാം സ്വം രൂപം ജഗൃഹേ ഹരിഃ ഏവം സുരാസുരഗണാ സമദേശകാലഹേത്വർത്ഥകർമ്മമതയോപി ഫലേ വികൽപാഃ തത്രാമൃതം സുരഗണാ ഫലമഞ്ചസാബുഃ യത്പാദപങ്കജരജശ്രയണാന്ന ദൈത്യാഃ യദ്യുജ്യതേ അസുവസു കർമ്മമനോവചോഭിഃ ദേഹാത്മജാദിഷു നൃഭിഃ തദസത്പൃഥക്ത്വാദ് തൈരേവ സദ്ഭവതി യത്ക്രിയതേ അപൃഥക്ത്വാദ് സർവസ്യ തദ്ഭവതി മൂലനിഷേചനം യത്. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ അമൃതമദനേ നവമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഒരിക്കൽ കൂടെ ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ അഷ്ടമസ്കന്ധം നവമ അധ്യായത്തിന്റെ അവസാന ഭാഗമാണെന്ന്. പാലാഴി മദനത്തിന്റെ അവസാന ഭാഗം. ചാക്ഷുഷ മന്വന്തരത്തിൽ
ഭഗവാൻ അജിതൻ എന്ന പേരിൽ അവതരിച്ച് പാലാഴിമതനം നടത്തി അസുരന്മാർക്ക് അമൃതപാനം ചെയ്യിപ്പിച്ചു എന്നുള്ളതായിട്ടുള്ള കാര്യം സുഖബ്രഹ്മർഷി ചുരുക്കി പറഞ്ഞപ്പോൾ പരീക്ഷിത് രാജാവ് ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് കാരണം കൊണ്ടാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ചു ഈ പാലാഴിമതനം നിർവഹിച്ചത്. അതിന് മറുപടിയായിട്ട് സുഖബ്രഹ്മർഷി ദുർവാസാവിന്റെ ശാപം കൊണ്ട് ഐശ്വര്യഭ്രഷ്ടരായി തീർന്ന അസുരന്മാരോട് പരാജിതരായി തീർന്ന ദേവന്മാർക്ക് ഐശ്വര്യം തിരിച്ചു കിട്ടാൻ വേണ്ടി അവർ ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ ഭഗവാനെ ശരണം പ്രാപിച്ച് സ്തുതിച്ചതും ഭഗവാൻ പ്രത്യക്ഷമായി അവരോട് പാലാഴി മദനം ചെയ്യാനും അതിനുവേണ്ടി അസുരന്മാരോട് സന്ധി ചെയ്യാനും വാസുകിയെ കയറാക്കാനും ഒക്കെയുള്ളതായിട്ടുള്ള ഉപദേശങ്ങൾ ചെയ്തതും അതനുസരിച്ച് ദേവന്മാര് അസുരന്മാരോട്, മഹാബലിയുടെ നേതൃത്വത്തിലുള്ള അസുരന്മാരോട് സന്ധി ചെയ്തതും വാസുകിയെ കയറാക്കി വഹിച്ചതും മന്ദരപർവ്വതത്തെ ഭഗവാന്റെ സഹായത്തോടുകൂടി കൊണ്ടുവന്നതും മഥനം ആരംഭിച്ചതും മന്ദരപർവ്വതം താണുപോയതും ഭഗവാൻ തന്നെ കൂർമാകൃതി പൂണ്ട് ആ മന്ദരപർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചതും ഭഗവാൻ തന്നെ മുകളിൽ നിന്ന് മന്ദരപർവ്വതത്തെ താഴ്ത്തിപ്പിടിച്ചതും ഭഗവാൻ തന്നെ ദേവന്മാരുടെയും അസുരന്മാരുടെയും വാസുകിയുടെയും ഉള്ളിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള ശക്തിയായി പ്രവേശിച്ച് അവരെ കൊണ്ട് മദനം തുടരിപ്പിക്കുകയും ഭഗവാൻ തന്നെ സ്വയം മറ്റൊരു പർവ്വതം പോലെ വിരാട് രൂപനായി നിന്നുകൊണ്ട് തന്റെ ഇരുവശമുള്ളതായിട്ടുള്ള കൈകളെ കൊണ്ട് സ്വയം മദനം ചെയ്യുകയും ചെയ്തപ്പോൾ കാളകൂടം പൊങ്ങി വന്നതും ആ കാളകൂടം ദേവന്മാർ ചെന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ചതും ഭഗവാൻ തന്നെയാണ് മഹാദേവൻ എന്ന് ആ സ്തുതികളിലൂടെ നമുക്ക് വ്യക്തമായി കിട്ടിയിരുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ മറ്റൊരു അവതാരമൂർത്തിയായ മഹാദേവൻ അമൃതം കാളകൂടം ഭക്ഷിച്ചതും അതിനുശേഷം പിന്നീടും മദനം തുടർന്നപ്പോൾ കാമധേനു, ഉച്ചൈസ്രവസ്, ഐരാവതം മുതലായ ഐശ്വര്യങ്ങളെല്ലാം തിരിച്ചു കിട്ടുന്നതും മഹാലക്ഷ്മി പൊങ്ങി വന്നതും ആ മഹാലക്ഷ്മി സ്വയംവരം ഭഗവാനെ തന്നെ വരിച്ചതായിട്ടുള്ള കഥയും എല്ലാം നമ്മൾ വിസ്തരിച്ചു കണ്ടു. അതിനുശേഷം വാരുണി പൊങ്ങി വന്നതും പിന്നീട് സാക്ഷാൽ ധന്വന്തരി ഭഗവാൻ തന്നെ അമൃത കലശവുമായി പൊങ്ങി വന്നതും അസുരന്മാർ അതിസാമർത്ഥ്യം കാണിച്ചുകൊണ്ട് അമൃത കലശത്തെ ധന്വന്തരി ഭഗവാനിൽ നിന്ന് തട്ടിയെടുത്ത് ഓടിയതും ഈ സമയത്ത് ദേവന്മാർ വിഷമിച്ചതായിട്ടുള്ള സമയത്ത് ഭഗവാൻ ദേവന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അമൃതപാനം ചെയ്യാനുള്ള വഴി ഉണ്ടാക്കി തന്നോളാം എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ഭഗവാൻ മറ്റൊരു അത്ഭുത രൂപം ധരിച്ചു, ഒരു മോഹിനി രൂപം ധരിച്ചു. ആ അതിമനോഹരമായ രൂപവുമായി അസുരന്മാരുടെ ഉള്ളിൽ ഭഗവാൻ കലഹത്തെയും ജനിപ്പിച്ചു. അവർ തമ്മിൽ ഞാനാദ്യം നീയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തർക്കം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ എവിടുന്നോ എന്ന പോലെ യാദൃച്ഛികമായി പ്രകടമാവുകയും അവരുടെ എല്ലാം ശ്രദ്ധയെ ആകർഷിക്കുകയും അങ്ങനെ ഹേ സുന്ദരി താമരക്കണ്ണി, നീ ആരാണ്, ആരുടേതാണ്, എവിടുന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, നിന്നെ കണ്ടിട്ട് ആരും കല്യാണം കഴിച്ച പോലെ തോന്നുന്നില്ലല്ലോ എന്നിങ്ങനെയെല്ലാം കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് നീ മധ്യസ്ഥയാവണം, ഞങ്ങൾക്ക് ഈ അമൃതത്തെ നീ വേണം വേണ്ടതുപോലെ പങ്കിത്തരാനായിക്കൊണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഭഗവാൻ തന്നെ മോഹിനി രൂപത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ കശ്യപപുത്രന്മാരെ, ഒരു വ്യഭിചാരിണിയെ പോലെ നടക്കുന്ന എന്നിൽ നിങ്ങൾ എങ്ങനെയാണ് വിശ്വാസത്തെ വെക്കുന്നത്? കാമിനികളായ സ്ത്രീകളുടെ നേരെ പണ്ഡിതന്മാരായിട്ടുള്ളവർ ഒരിക്കലും വിശ്വാസം ചെയ്യാറില്ലല്ലോ. ചെന്നായ്ക്കളെയും സ്ത്രീകളെയും സ്വൈരിണികളായ സ്ത്രീകളെയും ആരും വിശ്വസിക്കില്ല. അവരുമായിട്ടുള്ള സഖ്യങ്ങൾ അനിത്യങ്ങളാണ്. കാരണം അവര് നൂതനം അന്വേഷിക്കുന്നവരാണ്. പുതിയ കാര്യങ്ങളെ അന്വേഷിക്കുന്നവർക്ക്, പുതിയ വരന്മാരെ തേടി നടക്കുന്നവർക്ക്, പുതിയ സുഖം അന്വേഷിച്ച് നടക്കുന്ന വ്യഭിചാരിണികൾക്ക് ഒരു പുരുഷനോട് ഒരിക്കലും വിശ്വാസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പാതിവ്രത്യം ഉണ്ടാവുകയില്ല, ദൃഢമായിട്ടുള്ള ഭക്തിയൊന്നും ഉണ്ടാവുകയില്ല.
അപ്പൊ നിങ്ങൾ എങ്ങനെ എന്നെ വിശ്വസിക്കുന്നു എന്നിങ്ങനെ ചോദിച്ചപ്പോൾ കൂടുതൽ വിശ്വസ്തരായ ആ അസുരന്മാർ ഇവരുടെ ഈ കേളി വചനങ്ങൾ കേട്ട് അവരുടെ മനസ്സ് കൂടുതൽ ആശ്വസ്തരായി എന്നാണ് അവർ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ തന്നെ അമൃതകലശം കൊടുത്തുകൊണ്ട്, നിന്നെപ്പോലെ നിഷ്കളങ്കയും സത്യസന്ധയുമായിട്ടുള്ള ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല, നീ തന്നെ ഇത് ഞങ്ങൾക്ക് വിഭജിച്ചു തന്നാൽ മതി എന്ന അഭിപ്രായത്തോടുകൂടെ അവർ അമൃതകലശത്തെ ദേവിയുടെ കയ്യിൽ, മോഹിനിയുടെ കയ്യിൽ കൊടുത്തതും ആ അമൃതപാചനം ഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവരോട് പറഞ്ഞുവെന്നും, ഞാൻ എന്ത് സാധു അസാധു ചെയ്താലും അത് നിങ്ങൾ സമ്മതം ആയിരിക്കണം, നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ യദ്യപ്യുപേത വച സാധ്വസാധുവ കൃതം മയാവോ വിഭജേ സുതാമിമ.
ഒരു 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 മിത്ത് എന്നാണ് പറയാം, ഒരു കഥയായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. പീതപ്രായേ അമൃതേ ദേവൈഃ ഭഗവാൻ ലോകഭാവനഃ പശ്യതാം അസുരേന്ദ്രാണാം സ്വം രൂപം ജഗൃഹേ ഹരിഃ. പീതപ്രായേ അമൃതേ ദേവൈഃ ഭഗവാൻ ലോകഭാവനഃ പശ്യതാം അസുരേന്ദ്രാണാം സ്വം രൂപം ജഗൃഹേ ഹരിഃ. അങ്ങനെ ദേവൈഹി അമൃതേ പീതപ്രായേ, ദേവന്മാരാൽ അമൃതം പ്രായേണ പീതമായപ്പോൾ, മിക്കവാറും എല്ലാവരും കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്നർത്ഥം. ദേവന്മാർക്കൊക്കെ വേണ്ട പോലെ അമൃതം സേവിക്കാനുള്ള അവസരം കൊടുത്ത് അവരെല്ലാം പ്രായേണ പാനം ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ ലോകഭാവനഃ ഭഗവാൻ ഹരിഹി, ലോകങ്ങളെ പോഷിപ്പിക്കുന്ന ഭവിപ്പിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ ഹരി അസുരേന്ദ്രാണാം പശ്യതാം സ്വം രൂപം ജഗൃഹേ. അസുരേന്ദ്രാണാം പശ്യതാം സദാ, അസുരേന്ദ്രന്മാർ നോക്കി നിൽക്കെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ സ്വം രൂപം ജഗൃഹേ, സ്വന്തം രൂപത്തെ സ്വീകരിച്ചു. എന്നുവെച്ചാൽ മോഹിനി രൂപം വെടിഞ്ഞ് വൈഷ്ണവ രൂപത്തെ ഭഗവാൻ ധരിച്ചു, സ്വന്തം രൂപത്തെ ധരിച്ചു, വിഷ്ണുവായി തീർന്നു. അപ്പോഴാണ് അസുരന്മാര് മനസ്സിലാക്കുന്നത് ഭഗവാന്റെ മായയിൽ തങ്ങൾ ഇത്രയും നേരം വഞ്ചിതരായി. നമ്മള് പലപ്പോഴും സ്വപ്നത്തിൽ വഞ്ചിതരാവുന്നത് പോലെ അവർ കുറച്ചു നേരത്തേക്ക് ഒരു സ്വപ്നം പോലെയുള്ള ഒരു ലോകത്ത് ആയിപ്പോയി ഭഗവാന്റെ മായ കൊണ്ട്. അത് അവരുടെ ഉള്ളിലുള്ളതായിട്ടുള്ള കാലുഷ്യം തന്നെയാണ് ഭഗവാൻ അവരെ പ്രത്യേകമായിട്ട് മോഹിപ്പിച്ചത്. ദേവന്മാർക്ക് അത്രയും അങ്ങോട്ട് മോഹം ഉണ്ടായില്ല, അവരുടെ കാര്യം ഭഗവാൻ സാധിച്ചു കൊടുത്തു. അപ്പോ ഇങ്ങനെ ദേവന്മാരെ ഭഗവാൻ അമൃതം പാനം ചെയ്യിപ്പിച്ചു. അസുരന്മാർ അത് അർഹിക്കാത്തത് കൊണ്ട് ഭഗവാൻ അവർക്ക് കൊടുത്തില്ല. കൊടുക്കാതിരിക്കാനുള്ള അവകാശം ഭഗവാനുണ്ട്. എന്തുകൊണ്ട്? ഭഗവാനാണ് ഈ പാലാഴി മദനത്തിലെ 99.999% നിർവഹിച്ചത്. ദേവാസുരന്മാർ പേരിന് നിന്നേ ഉള്ളൂ, അവർക്കതിൽ യാതൊരു ക്ലെയിമും പറയാനില്ല. ഒരു കമ്പനിയുടെ ഷെയറിൽ 99% ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാൾക്കും 1% ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കും ഒരേ അവകാശമാണോ ഉള്ളത്? ഒരേ ലാഭവിഹിതമാണോ കൊടുക്കുക? അല്ല. ആ 99% ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്കാണ് അതില് ലാഭത്തിന്റെ നല്ലൊരു ശതമാനവും അർഹിക്കുന്നത്. ഇവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? അത്യാവശ്യം വാരുണി കിട്ടിയിട്ടുണ്ട്, പോരെ? വാരുണി മദ്യം കിട്ടിയിട്ടുണ്ട്, ഉച്ചൈസ്രവസിനെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ മതി അവരുടെ പ്രതിഫലമായിട്ട്. അമൃതം കൊടുക്കാൻ അവര് യോഗ്യരല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഭഗവാന്റെ ഒരു ലീല. ഈ ലീലയെ ഉപസംഹരിക്കുകയാണ് അടുത്ത 2 ശ്ലോകം കൊണ്ട്. ഏവം സുരാസുരഗണാ സമദേശകാലഹേത്വത്തമ കർമ്മമതയോപി ഭലേ വികൽപാഃ തത്രാമൃതം സുരഗണാ ഫലമഞ്ജസാഭുഃ യൽപാദപങ്കജരജശ്രയണാം ദൈത്യാഃ. ഏവം സുരാസുരഗണാ സമദേശകാലഹേത്വർത്ഥ കർമ്മമതയോപി ഭലേ വികൽപാഃ തത്രാമൃതം സുരഗണാ ബലമഞ്ജസാഭുർ യത്പാദപങ്കജരജശ്രയണാന്ന ദൈത്യാഃ. നാരായണ. അപ്പം സമദേശകാലഹേതു അർത്ഥമതയഃ അപി സുരാസുരഗണാഃ ഫലേ വികൽപാഃ ബഭൂവു. ഫലേ ഫലത്തിൽ വികൽപാഃ ബഭൂവു. വികൽപ എന്ന് പറഞ്ഞാൽ വിവിധമായ കൽപ്പനകളോടുകൂടി വൈവിധ്യങ്ങളോടുകൂടി ഭവിച്ചു. ഒരാൾക്ക് നല്ലതുപോലെ ഫലം കിട്ടി, വേറൊരു കൂട്ടർക്ക് ഫലം കിട്ടിയില്ല. ഫലത്തിൽ വികൽപ്പം ഉണ്ടായി. സുരാസുരഗണാഹ, സുരഗണങ്ങൾക്ക് ബലം വേണ്ടതുപോലെയായി, നല്ലതുപോലെ അവരുടെ ഉദ്യമം ഫലിച്ചു. മറ്റവർക്ക് അവരുടെ ഉദ്യമം വിഫലമായി പോയി. അസുരഗണങ്ങൾക്ക് അവരെന്ത് ചെയ്തു? ഒരേ പ്രയത്നമാണ് ചെയ്തതാണ്. സമമായ ദേശം, ഒരേ ദേശത്താണ് 2 കൂട്ടരും പ്രവർത്തിച്ചത്. ഒരേ കാലത്താണ് 2 കൂട്ടരും പ്രവർത്തിച്ചത്. ഒരേ ഹേതുവിന് വേണ്ടിയിട്ടാണ് 2 കൂട്ടരും പ്രവർത്തിച്ചത്.
അതുപോലെ തന്നെ ഒരേ അർത്ഥം, ഒരേ പുരുഷാർത്ഥം, ഒരേ പ്രയത്നം തന്നെയാണ് അവർ ചെയ്തത്. ഒരേ കർമ്മം, ഒരേ മതി, ബുദ്ധിയിലും എല്ലാം ലക്ഷ്യം അതായിരുന്നു. അമൃതം തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട്, അല്ലേ? അപ്പോ ദേശം, കാലം, ഹേതു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപകരണങ്ങൾ എടുക്കാം. മന്ദരപർവ്വതം, വാസുകി മുതലായത് ഹേതുക്കളാണ്. ഹേതു എന്ന് പറഞ്ഞാൽ കാരണങ്ങളായി, എന്താ പറയുക, സമവായി കാരണങ്ങൾ, സപ്പോർട്ടിംഗ് കോസസ്. അങ്ങനെയുള്ള മന്ദരപർവ്വതം മുതലായതും, ദേശം പാലാഴിയിലാണ് രണ്ടുപേരും കടന്നത്. രണ്ടുപേരും രണ്ട് കടലിലല്ല, ഒരേ കാലത്ത് ഒരേ ചാക്ഷുഷം അന്വന്തരത്തിൽ തന്നെയാണ്, കാലവ്യത്യാസമില്ല. ഒരേ മന്ദരപർവ്വതം, വാസുകി മുതലായത് ഉപയോഗിച്ചു. ഒരേ പദാർത്ഥത്തിന് വേണ്ടി, അമൃതത്തിന് വേണ്ടിയിട്ട് ഒരേ പ്രവൃത്തി മദനം തന്നെയാണ് ചെയ്തത്. വേറൊരാള് നീന്തി കളിക്കുകയായിരുന്നില്ല. അമൃതപാനം തന്നെയായിരുന്നു രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം. അപ്പൊ ഒരേ സങ്കല്പത്തോടുകൂടി ഒരേപോലെ പ്രയത്നം ചെയ്തുവെങ്കിലും അവരുടെ ഫലത്തിൽ വൈവിധ്യം വന്നു. എന്തുകൊണ്ട്? അപ്പൊ നമ്മുടെയൊക്കെ പ്രയത്നത്തിൽ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ബന്ധപ്പെട്ടിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്ന ദേശം, കാലം, അതുപോലെ ഹേതുക്കൾ, ഉപകരണങ്ങൾ, ടൂൾസ്, നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ശരിയല്ലെങ്കിൽ, ഒരാൾ നല്ല ടൂൾസ് കൊണ്ട് പണിയെടുക്കണു, വേറൊരാൾ പൊട്ടിയ ടൂൾസ് കൊണ്ട് പണിയെടുക്കണു, രണ്ടുപേരുടെയും ബലം ഒരുപോലെ ആവില്ല. അപ്പൊ ആ ടൂൾസിന് സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ഒരേ മൈൻഡ്, ഒരേ ലക്ഷ്യം, ഒരേ രീതിയിലുള്ളതായിട്ടുള്ള പ്രവൃത്തി എല്ലാം ചെയ്യുന്നു. എന്നിട്ടും എങ്ങനെയാണ് ഭേദം ഉണ്ടായത്? ഭലേ വികൽപാഹ ബഭുവു തത്ര അമൃതം സുരഗണാഹ ഫലം അഞ്ജസാ ആപുഹു. തത്ര ഈ വിഷയത്തില് സുരഗണാഹ, ദേവഗണങ്ങള് ഫലമായിട്ട് അഞ്ജസ അമൃതം ആപുഹു, അവര് പ്രയാസരഹിതരായി വേണ്ടതുപോലെ ലളിതമായിട്ട് അമൃതത്തെ പ്രാപിച്ചു. എന്നാൽ യത് പാദപങ്കജരജശ്രയണാത്, എന്തുകൊണ്ടാണ് അവർക്ക് അമൃതം പ്രാപിച്ചത്? യത് പാദപങ്കജരജശ്രയണാത്, ഏതൊരു ഭഗവാന്റെ പാദപങ്കജത്തിലെ രജസ്, ഭഗവാന്റെ പാദം ആകുന്ന താമരയിലെ ധൂളികളെ, പാദധൂളികളെ, ശ്രയണാത് ആശ്രയാത്, ഭഗവാന്റെ പാദങ്ങളെ വേണ്ട പോലെ ആശ്രയിച്ചതുകൊണ്ടാണ് ദേവന്മാര് എളുപ്പത്തിൽ അമൃതത്തെ പ്രാപിച്ചത്. ന ദൈത്യാഹ എന്ന് പറഞ്ഞാലോ, ദൈത്യാഹ ഭഗവാന്റെ പാദപങ്കജ രജസ്സിനെ ശ്രയണം ചെയ്തില്ല, അതുകൊണ്ട് അവർക്ക് ഫലം ലഭിച്ചില്ല. അപ്പൊ ഒരേ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം കോമൺ ആയിരുന്നു. ഒറ്റ കുറവ് അസുരന്മാരുടെ ഭാഗത്തുണ്ടായിരുന്നത്, ഭഗവാനിൽ അവര് സമർപ്പണം ചെയ്തിരുന്നില്ല, ഭഗവാന്റെ പാദധൂളികളെ ആശ്രയിച്ചിരുന്നില്ല, ഭഗവാനിൽ പരിപൂർണ സമർപ്പണം ചെയ്തിരുന്നില്ല. ദേവന്മാർ അത് ചെയ്തിരുന്നു, അതുകൊണ്ട് അവർക്ക് ഉത്തമമായിട്ടുള്ള ഫലം കിട്ടി. ഭഗവാനെ ആശ്രയിക്കാത്തതുകൊണ്ട് ഇവർക്ക് ഫലം കിട്ടിയില്ല. ഇത് നമുക്ക് കിട്ടുന്ന എന്താ പറയുക, മോറൽ ഓഫ് ദ സ്റ്റോറിയാണ്, അല്ലേ? എന്താണ് മോറൽ ഓഫ് ദ സ്റ്റോറി? നിങ്ങൾക്കും നിങ്ങളുടെ കർമ്മങ്ങൾ വേണ്ടതുപോലെ ഫലിക്കണമെങ്കിൽ ഈശ്വരൻ നിങ്ങളുടെ കൂടെ വേണം. നിങ്ങൾ ഒറ്റയ്ക്ക് പണിയെടുത്താലൊന്നും ഫലം ലഭിക്കാൻ പോകുന്നില്ല. ഈശ്വര അനുഗ്രഹമുണ്ടോ, കൂടെ നിങ്ങളുടെ പുറകിൽ ഈശ്വരനുണ്ടോ, നിങ്ങൾക്ക് 100 കൈകളാണ്, അല്ലെങ്കിൽ 1000 കൈകളാണ്, അല്ലെങ്കിൽ അത്രയും ശക്തിയാണ്. ഈശ്വരൻ കൂടെ ഇല്ലാത്തവരെ ദുർബലരാണ്, അവര് ചെയ്യുന്നതൊന്നും ഫലിക്കുകയില്ല. അപ്പൊ ഏത് കാര്യം ചെയ്യുമ്പോഴും ഈശ്വരനെ സ്മരിച്ചുകൊണ്ട്, ഈശ്വരനിൽ സമർപ്പണം ചെയ്തുകൊണ്ട്, ഇതിൽ നിന്ന് വരുന്ന ഫലം ഈശ്വര അനുഗ്രഹമാണെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടെ, ശ്രദ്ധയോടെ, വരുന്നതെന്തും സ്വീകരിക്കുവാനുള്ള വിശാല മനസ്കതയോടെ, പ്രസാദ ബുദ്ധിയോടെ ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരാർപ്പിതമാക്കി ചെയ്യുക. അങ്ങനെ ഭക്തിപൂർവം ചെയ്താൽ ഈശ്വരൻ കൂടെ നിന്ന് അനുഗ്രഹിച്ച് ഫലം ലഭിക്കും. ഭക്തിയില്ലാത്തവർക്ക് ഈശ്വരാനുഗ്രഹം എന്നുള്ള ആനുകൂല്യം ഉണ്ടാവുകയില്ല. അപ്പോ ഈ കർമ്മങ്ങളുടെയൊക്കെ ഫലം കിട്ടുന്നതിൽ ദൈവം എന്നൊരു ഘടകം കൂടി ഉണ്ട്. ഈ പറഞ്ഞ ദേശം, കാലം, പ്രയത്നം, ഓരോരുത്തരുടെയും കർമ്മം, ഇതൊക്കെ ഇതിന്റെ പുറമെ ദൈവം എന്നൊരു ഘടകമുണ്ട്. ആ ദൈവം എന്ന് പറഞ്ഞത് അദൃഷ്ടമാണ്. അദൃഷ്ടം എന്ന് പറഞ്ഞാല് നമ്മൾ കാണാത്തതായിട്ടുള്ള ശക്തിയിൽ നിന്നുണ്ടാകുന്നതാണ്. അതാണ് ഈശ്വരനിൽ നിന്ന് ലഭിക്കുന്നത്. അത് നമ്മൾ ചിലപ്പോൾ മുമ്പ് ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലമായിരിക്കാം, ഇപ്പൊ ചെയ്യുന്ന ഈശ്വരാർപ്പണമായിട്ടുള്ള കർമ്മത്തിന്റെ ഫലമായിരിക്കാം. ഇതെങ്ങനെ വേണമെങ്കിലാവാം. ആ അദൃഷ്ടമായിട്ടുള്ള ഈശ്വര അനുഗ്രഹം,
അതുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം വേണ്ടതുപോലെ ഫലിക്കും. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യൂ. ഈശ്വരൻ കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ ശക്തി മുഴുവൻ നിങ്ങൾക്ക് പകർന്നു തരും. അദ്ദേഹം പറഞ്ഞിരുന്നു മുമ്പേ തന്നെ വാഗ്ദാനം ദേവന്മാരോട്, ഞാൻ കൂടെയുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് കടഞ്ഞോളൂ, ഞാൻ പിന്നാലെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് അവർ വിശ്വസിച്ച് അവർ ചെയ്തു. ഭഗവാൻ തന്നെയാണ് അവർക്ക് ഇതെല്ലാം ചെയ്തു കൊടുത്തത്. അവസാനം അമൃതം പാനം ചെയ്യിപ്പിച്ചതും മോഹിനി രൂപത്തില് പാനം ചെയ്യിപ്പിച്ചതും ഭഗവാൻ. എല്ലാ രൂപത്തിലും ഭഗവാൻ തന്നെയാണ് അവരെ അനുഗ്രഹിച്ചത്. അപ്പോ ഈശ്വരാനുകൂല്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് ഇതില് തെളിവ്. ബാക്കിയെല്ലാം സമമായിരുന്നിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. ഫലസിദ്ധി വേണോ? ഈശ്വരാനുഗ്രഹം വേണം. യദ്യുജ്യതേ അസുവസു കർമ്മ മനോവചോഭിർദേഹാത്മജാദിഷു നൃഭിസ്തദസത്പൃഥക്വാദ് തൈരേവ സദ്ഭവതി യത്ക്രിയതേ അപൃഥക്വാദ് സർവസ്യ തദ്ഭവതി മൂലനിഷേചനം യത്. യദ്യുജ്യതേ അസുവസു കർമ്മ മനോവചോഭിർദേഹാത്മജാദിഷു നൃഭിസ്തദസത്പൃഥക്വാദ് തൈരേവ സദ്ഭവതി യത്ക്രിയതേ അപൃഥക്വാദ് സർവസ്യ തദ്ഭവതി മൂലനിഷേചനം യത്. ഇവിടെ ഒരു ദൃഷ്ടാന്തം അവസാനം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ തത് സദ്ഭവതി മൂലനിഷേചനം യത് തത് സർവസ്യ ഭവതി. മൂലനിഷേചനം എന്ന് പറഞ്ഞാൽ വേരിൽ നനയ്ക്കുക. വേരിൽ നനയ്ക്കുന്നത് അത് വൃക്ഷത്തിന് മുഴുവൻ ബലം നൽകുന്നു. അല്ലാതെ ശാഖകളിൽ ചെന്ന് നനച്ചാൽ ഒരു പ്രയോജനവുമില്ല. അപ്പോൾ വേരിലാണ് നനയ്ക്കേണ്ടത്. ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ വേരാരാണ്? ഭഗവാൻ അച്യുതൻ, നാരായണൻ. അപ്പൊ നാരായണനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും അത് വേണ്ടതുപോലെ ഫലിക്കും എന്ന് പറയാൻ വേണ്ടി ഒരു ദൃഷ്ടാന്തം പറഞ്ഞതാണ്. അപ്പൊ അത് എങ്ങനെയൊക്കെ? യുജ്യതേ അസുവസു കർമ്മ മനോവചോഭിഹി ദേഹാത്മജാദിഷു നൃഭിഹി തദസത് പൃഥക്വാദ്. അപ്പൊ അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ, വസു എന്ന് പറഞ്ഞാൽ ധനം, കർമ്മ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനഃ എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെ, വചോഭി വാക്കുകൾ. അപ്പൊ കായേന വാച മനസ ഇന്ദ്രിയർവ ബുദ്ധി ആത്മനാവ എന്നൊക്കെ പറയുന്ന ഇങ്ങനെയുള്ള അവയവങ്ങളെ, നമ്മുടെ കരണങ്ങളെ കൊണ്ട് ദേഹാത്മജാദിഷു, ദേഹം അവനവന്റെ ദേഹത്തിലോ, ആത്മജന്മാരെന്ന് പറഞ്ഞാൽ പുത്രന്മാരിലോ, നൃഭിഹി പൃഥക്വാദ് നരന്മാരാൽ പൃഥക്ഭാവത്തോടെ ഭേദഭാവത്തോടെ യദ് യുജ്യതേ. ആദ്യത്തെ വാക്ക് യദ് യുജ്യതേ, യാതൊന്ന് യോജിപ്പിക്കപ്പെടുന്നുവോ, ഏതൊന്ന് ചെയ്യപ്പെടുന്നുവോ എന്നർത്ഥം. തത് അസത്, അത് വ്യർത്ഥമാണ്, അത് അസത്താണ്. പൃഥക്ഭാവത്തോടുകൂടെ ദേഹത്തിലും പുത്രാദികളിലും ഒക്കെ നമ്മൾ കായേന വാച മനസ ഇന്ദ്രിയ ബുദ്ധിയ എന്തൊക്കെ ചെയ്യുന്നുവോ ഒക്കെ ഭേദബുദ്ധിയുള്ളതാണ്, ഭേദബുദ്ധിയോടുകൂടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വ്യർത്ഥമായി പോകും. തൈഹി ഏവ അപൃഥക്വാദ് യത്ക്രിയതേ. ഇവിടെ തൈഹി എന്ന് പറഞ്ഞാൽ അതേ കാരണങ്ങളെ കൊണ്ട്, കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് എല്ലാറ്റിന്റെയും ആധാരഭൂതനായ ഏകനും അദ്വിതീയനുമായ നാരായണനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ അപൃഥക്വാദ്, ഭിന്ന ഭേദഭാവമില്ലാത്തതുകൊണ്ട്, പൃഥക്ഭാവമില്ലാത്തതുകൊണ്ട്, ഇതേ കരണങ്ങളെ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി യത് ക്രിയതേ തത് സത് ഭവതി, അത് ഫലമുള്ളതായി സത്തായി ഭവിക്കുന്നു, ഉണ്മയായി ഭവിക്കുന്നു. കാരണം മൂലനിഷേചനം യത് തത് സർവസ്യ ഭവതി. മൂലത്തിൽ ചെയ്യുന്ന നിഷേചനം, വേരിലൊഴിക്കുന്ന വെള്ളം സസ്യത്തിലെ എല്ലാ അവയവങ്ങൾക്കും പുഷ്ടിയെ കൊടുക്കുന്നു. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ശാഖയിൽ ഇലകളിൽ വെള്ളമൊഴിച്ചതുകൊണ്ട് അവയ്ക്കും പ്രയോജനം കിട്ടില്ല. ഈ പറയുന്ന വൃക്ഷത്തിലെ മറ്റ് ശാഖകൾക്കോ വൃക്ഷത്തിന് മൊത്തമായിട്ടോ ഒരു പ്രയോജനവും കിട്ടില്ല. അപ്പോ ഭേദഭാവനയോടുകൂടി എനിക്ക് നിനക്ക്
എന്റെ മക്കൾക്ക് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഭാവനയോട് കൂടിയിട്ട് നമ്മൾ ഈ സമൂഹത്തില് മത്സരിച്ചുകൊണ്ട് സ്വാർത്ഥതയോടുകൂടി എന്തു ചെയ്താലും അതിന് അസത്തായിട്ടുള്ള, അല്പമായിട്ടുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് നശിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ഒട്ടും ബലമില്ലാത്ത അവസ്ഥയാണ് വരിക. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം നാരായണായേതി സമർപ്പയാമി എന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്കും എല്ലാവർക്കും ബലിക്കും. എല്ലാവർക്കും അത് വേണ്ടതുപോലെ ആവും. ഒരു വൃക്ഷത്തിന്റെ മൂലത്തിലൊഴിച്ചാൽ എല്ലാ ശാഖകൾക്കും അതിന്റെ ബലം എത്തും. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മളുടെ കാര്യവും നടക്കും. അപ്പൊ നമ്മളുടെ കാര്യം എന്ന് മാത്രം എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ ഏത് പ്രവൃത്തി ചെയ്താലും അത് എന്താ പറയുക, നാശത്തിലേക്ക് ചെന്ന് ചേരും. എല്ലാവർക്കും അതിന്റെ പ്രയോജനം ഉണ്ടാവണം എന്ന് വിചാരിച്ചുകൊണ്ട് നല്ലൊരു സങ്കല്പത്തോടുകൂടെ, ഐകമത്യത്തോടുകൂടെ എല്ലാം ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്താൽ തീർച്ചയായിട്ടും അതിന് നല്ല ബലമുണ്ടാവും. അപ്പൊ നമ്മുടെ കർമ്മങ്ങളൊക്കെ അങ്ങനെ നമുക്ക് ഈശ്വരാർപ്പണമായി ലോകഹിതത്തിനായിക്കൊണ്ട് തീരട്ടെ. ആത്മനോ മോക്ഷായ ജഗദ്ഹിതായ ച. നമ്മുടെ പ്രവൃത്തികളൊക്കെ അങ്ങനെയാവട്ടെ. അതിന് കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് എല്ലാം വിശ്വരൂപനായ ഈശ്വരനിലേക്ക് സമർപ്പിക്കുക, ഈശ്വര അഭിമുഖമാക്കി സമർപ്പിക്കുക. അപ്പൊ വിശ്വത്തിന് മുഴുവൻ അതിന്റെ പ്രയോജനം ലഭിക്കും. തീർച്ചയായിട്ടും നമ്മൾക്ക് കിട്ടേണ്ട പങ്ക് ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകിയിരിക്കും. നമ്മൾക്ക് എത്രത്തോളം യോഗ്യതയുണ്ടോ അത്രത്തോളം നമുക്ക് കിട്ടിയിരിക്കും. ദേവന്മാർക്ക് അമൃത് കിട്ടിയതുപോലെ അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന രീതിയിൽ ഭഗവാൻ തന്നെ വിതരണം ചെയ്യും. അർഹിക്കാത്തവർക്ക് ഭഗവാൻ കൊടുക്കുകയില്ല. എന്തായാലും ഇത്രയും വിശദമായിട്ട് നമ്മൾ ഈ പാലാഴി മദനം കണ്ടു. സമയം വൈകി, നമുക്കിപ്പോൾ നിർത്താം. നാളെ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ദേവാസുര യുദ്ധം അതിലേക്ക് പ്രവേശിക്കാം. 2 അധ്യായങ്ങളിൽ ഈ അമൃതം കിട്ടാത്ത അസുരന്മാര് ദേവന്മാരെ ആക്രമിക്കുന്നതും അവർ തമ്മിലുള്ള ഗംഭീര യുദ്ധവും വർണ്ണിക്കുന്നു. നാളെ തുടരാം. ഇപ്പോൾ നിർത്തുന്നു. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ നവമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി. നാളെ തുടരാം. എല്ലാവർക്കും ശുഭരാത്രി. ഹരി ഓം.